ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മുഖ്യമന്ത്രിയുടെ ജനകീയ പ്രഖ്യാപനങ്ങളെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര്. തെരഞ്ഞെടുപ്പ് സായാഹ്നത്തിലെ കുതന്ത്രമെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ LDF. തെരഞ്ഞെടുപ്പ് നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുന്നു. കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ചു കിടക്കുക ഈ നെല്ല്. ഇത് സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. PM ശ്രീയെ ചൊല്ലി LDF-ൽ അമർഷം പുകയുന്നു. CPI നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി V ശിവൻകുട്ടി. GR അനിൽ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് ജോർജ് കുര്യൻ. സംസ്ഥാനത്തെ SIR നടപടിക്രമങ്ങൾ തുടങ്ങി. സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശബരിമലയിൽ മേൽശാന്തിമാരുടെ സഹായികൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്ന് PS പ്രശാന്ത്. കണ്ണൂരിൽ VN വാസവന് യുവമോർച്ചയുടെ കരിങ്കൊടി. ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. അതിഥി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. ചടയമംഗലത്ത് ആഭിചാര ക്രിയയ്ക്ക് തയ്യാറാകാത്ത ഭാര്യയെ മീൻകറി ഒഴിച്ചു പൊള്ളിച്ച് ഭർത്താവ്. പ്രചാരണ ചൂടിൽ ബീഹാർ. ഛാട്ട് പൂജയെ കോൺഗ്രസും RJDയും അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി. ബിഹാർ ജനത ഇങ്ങനെ ഒരു അപമാനം സഹിക്കില്ലെന്ന് മോദി. मुझे बताइए क्या कोई कभी चुनाव में वोट पाने के लिए छठी मैया का अपमान कर सकता है क्या? രാഹുലിന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയാണെന്ന് കോൺഗ്രസ്. ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ 5 നാൾ. The King is back. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി കേരളത്തിൽ തിരിച്ചെത്തി. ആശംസകൾക്ക് നന്ദി പറഞ്ഞ താരം. സുജി മാം സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്ക മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങളിതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ ആദ്യ ചിത്രം തുടക്കത്തിന് തിരിതെളിഞ്ഞു. വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. ഫോബ് ലിച്ച്ഫീൽഡിന് സെഞ്ചുറി. സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾക്ക് തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡ് FCയെ നേരിടുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. ക്ഷേമ പെൻഷൻ വർധനയടക്കം മുഖ്യമന്ത്രി നടത്തിയ ജനകീയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനവുമായി പ്രതിപക്ഷം. ക്ഷേമ പദ്ധതികൾ ഇതുപോലെ മുടങ്ങിയ മറ്റൊരു കാലമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുമുന്നണിയുടെ സർജിക്കൽ സ്ട്രൈക്കായി മാറുകയാണ് ക്ഷേമ പ്രഖ്യാപനങ്ങൾ. 2000 രൂപ 1600 നിന്ന് ഒറ്റയടിക്ക് ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കുന്നു. മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നു. അതിലൂടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല എന്ന് ഇടതുമുന്നണി പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് പ്രഖ്യാപനങ്ങൾ വന്നതെങ്കിൽ അങ്ങനെ വിമർശിക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ ഒരു പ്രഖ്യാപനം, ഇത്രയും പ്രഖ്യാപനത്തിന്റെ കാര്യമുണ്ടോ എന്ന ചോദ്യം ധനമന്ത്രി ചോദിക്കുമ്പോഴും വസ്തുത അതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയും തുടർന്ന് ധനമന്ത്രിയും ഒക്കെ നടത്തിയത്. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനം. അതിൻ്റെ വലിയൊരു നേട്ടം
തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്ന് CPM-ഉം ഇടതുമുന്നണിയും തിരിച്ചറിയുന്നു. ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയത് വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപനത്തിന് മാത്രം ഒതുക്കാനും ഇടതുമുന്നണിക്ക് കഴിയില്ല. ഇനിയും അസംതൃപ്തരായ വിഭാഗങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടക്കം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അവർക്ക് ഇപ്പോൾ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ മാത്രം പോരാ, അതിൽ അവർ ഇപ്പോഴും അസംതൃപ്തരാണ്. ആ പ്രശ്നങ്ങളും അധികം വൈകാതെ പരിഹരിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇത് തിരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ്, ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ്. ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. എന്നാൽ കടുത്ത ആക്രമണം നടത്താതെ 2000 മാത്രമല്ലേ കൊടുത്തുള്ളൂ. 2500 എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതിലേക്ക് എത്താത്ത ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് സർക്കാർ എന്ത് കൊടുക്കുന്നതിനെയും തങ്ങൾ എതിർക്കില്ലെന്ന് പറയുന്നത്. നേരത്തെയൊക്കെ ഈ ക്ഷേമ പദ്ധതികളിലടക്കം ലൈഫ് അടക്കമുള്ള പദ്ധതികളിലടക്കം പ്രതിപക്ഷത്തിന്റെ എതിർ നിലപാടുകൾ തിരിച്ചടിയായിരുന്നു. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പൊ 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് സർക്കാർ. ഇന്നലെ മുഖ്യമന്ത്രിയും പിന്നീട് ധനമന്ത്രിയും ഒക്കെ ആ നിലപാടാണ് പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു മന്ത്രിമാരും ഒക്കെ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ജനോപകാരപ്രദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നി. കാരണം സാധാരണക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയത്. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ തുറന്നു പറയുന്നുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇടതുമുന്നണിയുടെ ഒരു ബജറ്റ് എന്ന പോലെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയെന്ന ചോദ്യം ബാക്കിയുണ്ട്. അതിനുള്ള കരുത്ത്, ശേഷി സർക്കാരിനുണ്ട്, സർക്കാർ ഖജനാവിനുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മോദി സ്റ്റൈൽ എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമെന്നും വേണുഗോപാൽ ആരോപിച്ചു. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. സർക്കാരിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർ ചർച്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. 2023-ലും 2024-ലും നെല്ല് സംഭരണത്തിൽ ഇതേ പ്രതിസന്ധി സംഘടന ഉണ്ടാക്കിയപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ, ഗവൺമെന്റിന്റെ ഭാഗം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ മില്ലുടമകൾ സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെന്റിന്റെ മുഖ്യമായ ലക്ഷ്യം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. മീറ്റിംഗും തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് 11 മണിയോടുകൂടിയാണെന്നാണ് അവർ വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് വിളിച്ചത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ എന്താണെന്ന് ആലോചിക്കും. ആലപ്പുഴ പുന്നപ്രയിൽ കൊയ്ത നെല്ല് 17 ദിവസമായിട്ടും ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. 250 ഏക്കർ പാടശേഖരത്തിലെ നെല്ലാണ് ആർക്കും വേണ്ടാതെ വഴി നീളെ കിടക്കുന്നത്. കാലാവസ്ഥ മോശമായതോടെ കിളിർത്തു തുടങ്ങിയ നെല്ലുമായി കണ്ണീരൊഴുക്കുകയാണ് കർഷകർ. ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഏകമില്ലാകട്ടെ 1 ക്വിന്റൽ നെല്ലിന് കിഴിവായി ചോദിക്കുന്നത് 14 കിലോയും. ഇതോടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് കർഷകർ. കാറും കോളും നിറഞ്ഞ് ആകാശം പെയ്തിറങ്ങുമ്പോൾ കുട്ടനാടിന്റെ പാടശേഖരങ്ങളിൽ കണ്ണീരുപ്പ് പടരുകയാണ്. 100 മേനി വിളയിച്ചിട്ടും വഞ്ചിതരാക്കപ്പെടുന്ന മനുഷ്യരുടെ നേർചിത്രമാണ് ഈ പാതയോരങ്ങളിലെങ്ങും. ഈ കാണുന്നത് 250 ഏക്കർ വരുന്ന പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പൂന്തുരം പാടശേഖരമാണ്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല ഒന്നാന്തരം വിളവായിരുന്നു കർഷകന് ലഭിച്ചത്. തുലാവർഷം ശക്തി പ്രാപിക്കും മുന്നേ
കൊയ്തു കയറ്റി. പക്ഷേ 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മഴയോട് പൊരുതി പാടശേഖരത്തിനരികിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നെല്ല് ഏറ്റെടുക്കാതെ കിടക്കുകയാണ്. നെല്ല് സംഭരണം ഏറെക്കുറെ അവതാളത്തിലായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏക്കറുകളോളം പാടശേഖരത്ത് നെല്ല് സംഭരിക്കാതെ വഴിയരികിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കിഴിവാണ് സ്വകാര്യ മില്ലുകൾ കർഷകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ പാടശേഖരം ഏതാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നമ്മുടെ പൂന്തുരം പാടശേഖരമാണ്. 213 ഏക്കറാണ്. ഇതിൽ 3/4 ഭാഗവും കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഈ കൊയ്ത്ത് കിടക്കുന്ന നെല്ല് സർക്കാരിൻ്റെ സംവിധാനത്തിൽ പാടി മാർക്കറ്റിംഗ് ഓഫീസർ അവർ ഒരു മില്ലുടമയെ നമുക്ക് ഒരു മില്ലേ ഉള്ളൂ. ആ മില്ല് മാണിക്കത്ത് എന്ന് പറയുന്ന കാലടിയിലുള്ള മില്ലാണ് നെല്ലെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരിവിടെ വരികയും നെല്ല് കൈ വാരി നോക്കി അങ്ങനെ പോയി 14 കിലോ കിഴിവ് വേണമെന്ന് പറഞ്ഞു. ആ കിഴിവ് കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. നെല്ല് സംഭരിക്കാൻ ആകെ എത്തിയത് ഒരു സ്വകാര്യ മില്ല് മാത്രം. ഈർപ്പം പോലും പരിശോധിക്കാതെ 1 ക്വിന്റൽ നെല്ലിന് 14 കിലോ നെല്ല് കർഷകരോട് അവർ സൗജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കടുത്ത ചൂഷണമാണെന്ന് മനസ്സിലായതോടെ പാടി ഓഫീസർമാരെ കർഷകർ വിവരമറിയിച്ചു. ഏറ്റെടുക്കാൻ ആളില്ലെന്നും വന്നവർക്ക് കൊടുക്കാൻ പറയുകയുമായിരുന്നു ഉദ്യോഗസ്ഥർ. മികച്ച ഗുണനിലവാരമുള്ള ഈ നെല്ലിന് കിൻഡലിന് 14 കിലോ നിരക്കിൽ സൗജന്യമായി മില്ലുകാർ ആവശ്യപ്പെടുന്നത് തീവട്ടിക്കൊള്ളയാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സൗജന്യമായി നൽകണമെന്ന് മാത്രമല്ല, സൗജന്യമായി കൈപ്പറ്റുന്ന നെല്ലിന്റെ ചുമട്ടുകൂലി അടക്കം നഷ്ടം സഹിക്കുന്ന കർഷകരിൽ നിന്ന് അവർ ഈടാക്കുന്നു. ഇത് സംഭരിക്കാനുള്ള യാതൊരു മാർഗവും കൃഷിക്കാർക്കില്ല. കൃഷിക്കാർ അല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ നെല്ല് മില്ലുകാർ വന്ന് ഇത് ചോദിച്ചാൽ തന്നെ അവർക്ക് 15 ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചുമ്മാ 15 കിലോ അല്ലെങ്കിൽ ഇത്ര കിലോ കിഴിവ് കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്ത് കിഴിവാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ന്യായം അനുസരിച്ച് നീതി അനുസരിച്ചും നമ്മൾ ഈ നെല്ലുണ്ടാക്കിയാൽ ആ നെല്ലിന് മോയിസറാണ് പറയുന്നത്. ആ മോയിസർ അനുസരിച്ചുള്ള നമുക്ക് എന്ത് കൊടുക്കാം. അല്ലാതെ നെല്ലിന് ഒരു കുഴപ്പമില്ല. നെല്ല് മോശമുള്ള നെല്ല, പതിനുള്ളതല്ല, ഏറ്റവും നല്ല നെല്ലുമാണ്. അപ്പോൾ അതിനെന്ത് നമ്മൾക്ക് എന്ത് കിഴിവാക്കി കൊടുക്കുന്നത്? മഴക്കാലമാണെങ്കിൽ സമ്മർദ്ദതന്ത്രം ഏറും. നെല്ലറയാണെങ്കിലും നെല്ല് സംരക്ഷിക്കാൻ പേരിന് ഒരു സംഭരണ കേന്ദ്രം പോലും കുട്ടനാട്ടിലില്ല. റോഡരികിൽ സൂക്ഷിക്കുന്ന നെല്ല് മുളപ്പെട്ടാറാകുന്നതോടെ ഹൃദയം തകർന്ന കർഷകർ പെട്ട വിലയ്ക്ക് മില്ലുകാർക്ക് നൽകാൻ നിർബന്ധിതരാകുന്നു. ഇത് കർഷക തൊഴിലാളികളും കൂടി 3 മാസം കൊണ്ട് വിളയിപ്പിച്ചെടുത്ത നെല്ലാണ്. ഈ നെല്ല് 16-17 ദിവസമായി ഇത് കൊയ്ത് കരയ്ക്ക് വന്നിട്ട്. ഇത് വരുമ്പോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ നെല്ലിന്റെ അവസ്ഥ ഒരു കുഴപ്പമില്ലാത്ത നല്ല നെല്ലായിരുന്നു. ഇപ്പം ഈ 17 ദിവസമായിട്ട് ഇപ്പോഴും കൊയ്ത്ത് തീർന്നിട്ടില്ല. ഇവിടെ വരുന്ന ഈ പേമാരിയും കാറ്റും എല്ലാം കൊണ്ട് ഇതേ രീതിയിൽ നശിച്ച് കിടക്കുക ഈ നെല്ല്. ഇത് സർക്കാരോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ഇത് ആര് സഹിക്കും? ഈ കർഷകരുടെ നാളത്തെ നിങ്ങളുടെ അധ്വാനമാണിത്. ഇത് 3-3.5 മാസത്തെ കഷ്ടപ്പാടായത് ഈ കിളുത്ത് നശിച്ചു കിടക്കുന്നു. വിത്ത് വിതയ്ക്കുന്നത് മുതൽ എന്ന് കൊയ്ത്തു നടക്കും എന്നുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചാണ് ഓരോ പാടശേഖരങ്ങളും കൃഷിക്കിറങ്ങുന്നത്. മാസങ്ങൾ നീണ്ട സാവകാശം നെല്ല് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പിന് സർക്കാരിന് കിട്ടുമെന്നിരിക്കെ കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ കർഷകർക്ക് മേൽ ചുമത്തുന്ന ഈ സമ്മർദ്ദം സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാൻ വേണ്ടി മാത്രമെന്നേ വിശ്വസിക്കാനാകൂ. കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവിടെ ഇങ്ങനെ നശിച്ചു കിടക്കുന്നത്. തളർത്തുപോയ ഓരോ നെൽമണിക്കും ഉത്തരവാദിത്വം പറയേണ്ടത് സർക്കാരാണ്. കണ്ണീരുപ്പ് കലർന്ന പാതയോരങ്ങളാണ് പുന്നപ്രയിലും പരിസര പ്രദേശങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ പ്രശംസിച്ചും ഉദ്യോഗസ്ഥരെ വിമർശിച്ചും CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. കേരളത്തിൽ ക്യാമ്പ് ചെയ്ത MA ബേബി CPM CPI നേതൃത്വവുമായി ഇടപെട്ട് പ്രശ്നപരിഹാരമുണ്ടാക്കിയതായി CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ആവശ്യമായ ചർച്ച നടത്താതെ ഉദ്യോഗസ്ഥർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെന്നാണ് വിമർശനം. ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം എളുപ്പമാകില്ല എന്നതാണ് വാസ്തവം. PMCയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ സമവായമുണ്ടായെങ്കിലും അതിന്റെ
ബാക്കി ചലനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ MA ബേബിയെ CPI ജനറൽ സെക്രട്ടറി നിസ്സഹായനെന്ന് പരിഹസിച്ച് രംഗത്ത് വന്നത് CPIയുടെ ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബുവാണ്. ഇന്നലെ തന്നെ ഈ സമവായം ഉണ്ടായ ശേഷം MA ബേബിയെ ഫോണിൽ വിളിച്ച് പ്രകാശ് ബാബു നന്ദി പറഞ്ഞിരുന്നു. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ജനയോഗത്തിലെ ലേഖനത്തിലും MA ബേബിയെ അഭിനന്ദിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തിട്ടുള്ളത്. MA ബേബി തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്ത നീക്കങ്ങളാണ് ഈ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയത്. എന്നാൽ സർക്കാർ തീരുമാനങ്ങൾ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ ലംഘിക്കാൻ ചില ഉദ്യോഗസ്ഥർ RSS അനുകൂലികളെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന ആരോപണത്തിലൂടെ ഇതിലൊരു അതൃപ്തി കൂടി സർക്കാർ നിലപാടുകളല്ല ഉദ്യോഗസ്ഥർ നടപ്പാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതൃപ്തി കൂടി പ്രകാശ് ബാബു പരസ്യമാക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും കടമ്പകൾ സർക്കാരിന് മുന്നിലുണ്ട്. കേന്ദ്രത്തെ ഇത് രേഖാമൂലം അറിയിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അതാണ് ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന്. കേന്ദ്രമാണ് 30 ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷം കേന്ദ്രത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാം. സർക്കാരിന് മുന്നിൽ ഉള്ള മറ്റൊരു പോംവഴി എന്നുള്ളത് ഇതിൽ കരാറിൽ ഭേദഗതികൾക്ക് കേന്ദ്രത്തെ സമീപിക്കാം. അതും കേന്ദ്രത്തിന്റെ അനുമതിയും കേന്ദ്രത്തിന്റെ പിന്തുണയും വേണം. അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന വലിയ നിയമ പോരാട്ടത്തിന്റെ കാര്യങ്ങൾ പോകും. സംസ്ഥാനം ഏതായാലും ഇനി നിലപാടിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സബ് കമ്മിറ്റിയും അവരുടെ പഠനവും ഒക്കെ ഒരു സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ മറ്റു തിരക്കുകളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടക്കം വരുമ്പോൾ ഈ വിഷയത്തിലേക്ക് കാര്യമായ ശ്രദ്ധയോ ചർച്ചയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ കേന്ദ്രത്തിന്റെ നിലപാടുകൾ നിർണായകമായി തീരും. കേന്ദ്രം പൂർണ്ണമായും ഇതിൽ മരവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിന്നാൽ അതൊരു നിയമ പോരാട്ടത്തിലേക്കാകും വഴി തുറക്കുക. PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഹം. കരാറിൽ നിന്ന് പിന്മാറില്ല എന്നാണ് കരുതുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. PM ശ്രീയിൽ CPM CPIയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞതെന്ന് NK പ്രേമചന്ദ്രൻ MP. കരാറിന്റെ നിയമ സാധുതയും പ്രത്യാഘാതങ്ങളെയും പറ്റി പഠിക്കാൻ 7 അംഗ സമിതിയെ നിയോഗിച്ചത് അസാധാരണമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് SIR നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലാണ് തുടങ്ങിയത്. രാജ്ഭവനിൽ ഗവർണർക്ക് ആദ്യ എന്യൂമറേഷൻ ഫോം കൈമാറി. ബൂത്ത് ലെവൽ ഓഫീസർ J ബേനസീർ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം രാജ്ഭവനിലെത്തിയാണ് ഗവർണർക്ക് ഫോം കൈമാറിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. നാളെ വീഡിയോ കോൺഫറൻസ് വഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ വീണ്ടും ഹാജരാക്കും. റിമാൻഡ് കാലാവധി നാളെ പൂർത്തിയാകുന്നതോടെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. 14 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. ഇതോടെ പ്രതിയെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. നാളെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും. വീഡിയോ കോൺഫറൻസ് മുഖേനയായിരിക്കും പ്രതിയെ ഹാജരാക്കുക. റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായത്. അതേസമയം കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. നവംബർ 3-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി SIT കോടതിയിൽ പ്രത്യേക പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കും. അതേസമയം മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. മുരാരി ബാബുവിനെയും നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടാൻ SIT കോടതിയിൽ അപേക്ഷ നൽകാനാണ് സാധ്യത. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ അന്വേഷണ സംഘം വീണ്ടെടുത്ത സ്വർണവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിൽ മേൽശാന്തിമാർക്കായുള്ള സഹായികളെ നിയമിക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സഹായിമാരെ ബോർഡ് തന്നെ നൽകാൻ ശ്രമിക്കും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേൽശാന്തിമാരെ ഇതിനായി തെരഞ്ഞെടുക്കും. ശബരിമലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. കണ്ണൂരിൽ ദേവസ്വം മന്ത്രി VN വാസവന് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ അലവിൽ വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം.
ശബരിമല മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി പുനലൂരിൽ അവലോകന യോഗം ചേർന്നു. PS സുബാൽ MLA യുടെ അധ്യക്ഷതയിൽ ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുത്തു. മണ്ഡലകാലത്ത് അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന അയ്യപ്പന്മാർക്ക് പുനലൂരിലെത്തി വിശ്രമിക്കുന്നതിനും വിരിവെക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തും. നെല്ലപ്പള്ളി, കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിൽ ഇടത്താവളം ഒരുക്കും. TB ജംഗ്ഷനിൽ കൂടുതൽ പോലീസ് സേനയുടെ സേവനവും ഏർപ്പെടുത്തും. കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് താൽക്കാലിക ഷെഡ് സ്ഥാപിക്കും. റെയിൽവേയുമായി ചേർന്ന് കളക്ടറെ ഉൾപ്പെടുത്തി ഒരു അവലോകന യോഗം കൂടി നടത്താനാണ് തീരുമാനം. ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. സ്വത്തിനു വേണ്ടിയാണ് പ്രതി ഹമീദ് മകനെയും മരുമകളെയും കുട്ടികളെയും കത്തിച്ചു കൊന്നത്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. 3 വർഷം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് ശിക്ഷാവിധി വരുന്നത്. മകനെയും ഭാര്യയെയും കൊച്ചുമക്കളെയും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതി വിധിച്ചു. 80 വയസ്സുള്ള പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെയായിരുന്നു ശിക്ഷാവിധി. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചു. പ്രോസിക്യൂഷൻ എല്ലാ പ്രായവും അംഗീകരിച്ചു. എല്ലാം അംഗീകരിച്ചു. പ്രായം പോലും പരിഗണിക്കാതെ പ്രായം മാത്രമായിട്ട് ഒരു പരിഗണിക്കാൻ പാടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. 2022 മാർച്ച് 19 അർദ്ധരാത്രിയിലാണ് നാടിന് നടുക്കിയ അതിക്രൂരമായ കൂട്ടക്കൊല നടന്നത്. തൊടുപുഴ ചീനിക്കുഴി സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ 16-കാരി മെഹ്റിൻ, 13 വയസ്സുള്ള അസ്ന എന്നിവരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. ഹമീദിന്റെ പിതാവ് മക്കാർ കൊച്ചുമകനായ ഫൈസലിന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് മകനുമായി നിരന്തരം തർക്കം പുലർത്തിയിരുന്നു. ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മകനും കുടുംബവും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടായിരുന്നു ഹമീദ് ക്രൂരകൃത്യം നടത്തിയത്. ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടി. ജനാലയിലൂടെയും മേൽക്കൂരയിലൂടെയും പെട്രോൾ ഒഴിച്ചാണ് പ്രതി തീയിട്ടത്. സംഭവ ദിവസം വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ കണക്ഷനും ഹമീദ് വിച്ഛേദിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം ചടയമംഗലത്ത് ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ചു പൊള്ളിച്ചു. ചടയമംഗലം വയക്കൽ സ്വദേശി റജീല ഗഫൂറിന്റെ മുഖത്താണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. റജീല ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ആയൂർ വഞ്ചിപ്പെട്ടി സ്വദേശിനികളായ റജീല, ഷജീർ ഇരുവരും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. കുടുംബവിരോധത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. റജീലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ അടുക്കളയിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി എടുത്ത് റജീലയുടെ മുഖത്ത് ഒഴിക്കുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള പൊള്ളലാണ് റജീലയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റജീല അഞ്ചലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റജീലയുടെ ഭർത്താവായ ഷജീറിനെതിരെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഷജീറിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് റജീല പോലീസിന് നൽകിയിരിക്കുന്ന ചില മൊഴികൾ നിർണായകമാണ്. ഇതിൽ ചില ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. റജീല പറയുന്നത് തൻ്റെ ശരീരത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ട് എന്ന് ഭർത്താവ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രവാദിനിയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രവാദിനിയെ സമീപിച്ച ഈ ഷജീർ തകിടും ഭസ്മവും ചേർന്ന് തൻ്റെ ശരീരത്തിൽ കെട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് താൻ കെട്ടാനൊന്നും തയ്യാറായില്ല. താൻ മതപഠനം നടത്തിയ ആളാണ്, താൻ ഖുർആൻ വിശ്വസിക്കുന്ന ആളാണ്, ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ താൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഷജീർ ആണ് ഇത്തരത്തിലുള്ള അക്രമം നയിച്ചത്. ഈ മീൻകറി എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നാണ് റജീല പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷജീറിനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. ഗുരുതരമായിട്ട് പൊള്ളലേറ്റ റജീല ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന സാഹചര്യമാണ് ഉള്ളത്. അതിഥി നമ്പൂതിരി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും രണ്ടാനമ്മ റംല ബീവിയെയുമാണ് ശിക്ഷിച്ചത്. ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 7 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത്. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച ഹർജിയിൽ വിധി വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക്, അതായത് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനത്തിനും ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ. മാത്രമല്ല സർക്കാർ ഈ കോടതിയിൽ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ട കേസിലാണ് സർക്കാർ വീണ്ടും കോടതിയിൽ അപ്പീൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത്
കൊലപാതക കുറ്റം ചുമത്തി തന്നെ ആയിരിക്കണം ഈ പാരന്റ്സിനെതിരെ നടപടിയെടുക്കേണ്ടതെന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അതായത് കോഴിക്കോട് കോടതിയുടെ വിധി അനുസരിച്ചിട്ട് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടിയെ ശിക്ഷിച്ചത് എന്നുള്ള കണ്ടെത്തലായിരുന്നു. പക്ഷേ അതേസമയം 16 മുറിവുകളാണ് അതിഥിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി പരിഗണിച്ചിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജീവപര്യന്തം ലഭിച്ചതിലും വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് രണ്ടുപേർക്കും. 2013 അതിഥി കൊല്ലപ്പെടുന്നത്. രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനം കാരണമാണ്, ക്രൂരമായ പീഡനം കാരണമാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തൽ. അങ്ങനെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ, അതായത് അതിഥിയെയും അതിഥിയുടെ അനിയൻ 10 വയസ്സുകാരനെയും പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയലത്തുകാരും അതുപോലെ ശിശുക്ഷേമ സമിതിയുടെ ആളുകളും അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി പട്ടി അഴിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിലേറ്റ ക്രൂരമായ മർദ്ദനമാണ്, മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നത്. അതേസമയം വിചാരണ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷകർത്താക്കളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിലാണ് വീണ്ടും സർക്കാർ അപ്പീൽ പോവുകയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, അതായത് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ വീണ്ടും ഹർജി പരിഗണിക്കുകയും ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ജീവപര്യന്തം വിധിക്കുകയും ചെയ്ത സാഹചര്യത്തിലെത്തിയത്. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിലായിരുന്ന മകൻ അമ്മ വിജയകുമാരിയെ കറിക്കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു കൊന്നത്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 11:45 സംഭവം. ഭാര്യയുമായി അകന്ന് കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത്. സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയ്കുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടഞ്ഞു. വാക്കുതർക്കം രൂക്ഷമായതോടെ അജയ്കുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയ്കുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും 2 കൈജനബുകളും 2 കാലുകളിലെ ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെ മദ്യക്കുപ്പികൾ എറിയാനും ശ്രമിച്ചെന്നും സമീപവാസികൾ പറഞ്ഞു. തുടർന്ന് നേമം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇയാള് അങ്ങ് നടക്കുകയായിരുന്നു ആദ്യം. എന്നിട്ട് ഈ മദ്യം എടുത്ത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേക പോലീസ് വന്നു. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാർ ഇതിനു മുൻപും മദ്യപിച്ച് അമ്മയുമായി വഴക്കിട്ടിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഇയാളെ 5 തവണ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. മരിച്ച വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായിരുന്നു. വിജയകുമാരിയുടെ ഭർത്താവ് മോഹൻകുമാർ നേരത്തെ മരിച്ചു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. 15കാരിയെ തട്ടിക്കൊണ്ടുപോയി ഓട്ടോയ്ക്കുള്ളിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 18 വർഷം കഠിന തടവും 90,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം പ്രത്യേക അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷിച്ചത്. 2023 സംഭവം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ സഹോദരിയെ ശുശ്രൂഷിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് കേസ്. തൃശൂരിൽ നവജാത ശിശുവിനെ അമ്മ ക്വാറിയിൽ ഉപേക്ഷിച്ചു. ആറ്റൂർ സ്വദേശിനി സ്വപ്നയാണ് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബാഗിലാക്കി ഉപേക്ഷിച്ചത്. 2 ആഴ്ച കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ക്വാറിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. മാസ്ക് ഒന്നും മാറ്റണ്ട, അല്ലെങ്കിൽ നിന്നെ കാണും.
റാപ്പർ വേടന് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി ഹൈക്കോടതി. വേടന് വിദേശയാത്രയ്ക്ക് കോടതി അനുമതി നൽകി. കേരളം വിടരുതെന്ന വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന വ്യവസ്ഥയും റദ്ദാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം. രാജ്യം വിടുന്നുവെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചെന്ന കേസിലെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയാണ് റദ്ദാക്കിയത്. ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെ 5 രാജ്യങ്ങളിലേക്ക് പോകാനാണ് വേടൻ അനുമതി തേടിയത്. വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി ബിജെപി സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ. ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ചാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവിന്റെ പേര് ദുരുപയോഗം ചെയ്ത വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയത്. 7 ദിവസത്തിനകം വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട്. ഏഷ്യാനെറ്റിനെതിരെ 150 കോടിയുടെ മാനനഷ്ട കേസ് നൽകിയെന്ന് റിപ്പോർട്ടർ ടിവിയും അവകാശപ്പെട്ടു. റിപ്പോർട്ടർ TV ഉടമയായ ആൻഡ്രൂ അഗസ്റ്റിൻ അടക്കമുള്ളവർക്കെതിരെ ഏഷ്യാനെറ്റ് വ്യാജ വാർത്ത നൽകിയെന്ന് ആരോപിച്ച് 150 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തതെന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ അവകാശവാദം. കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ സംഭവിച്ചത് ഗുരുതരമായ തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എങ്ങനെയാണ് GCDA ഒരു കരാറുമില്ലാതെ 70 കോടി രൂപയുടെ എഗ്രിമെന്റ് നടപ്പാക്കുന്നത്? സ്പോൺസറല്ല, സർക്കാരാണ് മറുപടി നൽകേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നീണ്ട 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ മമ്മൂട്ടി കേരളത്തിലേക്ക് തിരിച്ചെത്തി. മന്ത്രി P രാജീവ്, അൻവർ സാദത്ത് MLA തുടങ്ങിയവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മമ്മൂട്ടിയെ സ്വീകരിച്ചു. UK-യിലെ ഷൂട്ടിംഗിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് മമ്മൂട്ടി ചെന്നൈയിൽ തിരിച്ചെത്തിയത്. ആഹ്ലാദത്തോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആരാധകർ കേരളത്തിന്റെ സ്വന്തം മമ്മൂക്കയെ സ്വീകരിച്ചത്. മന്ത്രി P രാജീവ്, അൻവർ സാദത്ത് MLA എന്നിവരും മമ്മൂക്കയെ സ്വീകരിക്കാനെത്തിയിരുന്നു. നിർമ്മാതാവ് ആന്റോ ജോസഫിനും ഭാര്യ സുൽഫത്തിനും നിർമ്മാതാവ് ആന്റോ ജോസഫിനുമൊപ്പമാണ് 8 മാസത്തിന് ശേഷം മമ്മൂട്ടി കേരളത്തിലെത്തിയത്. സ്വന്തം കാറോടിച്ച് എളംകുളത്തെ വീട്ടിലേക്ക്. തന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദിയെന്ന് പ്രതികരണം. എന്താ സംസാരിക്കേണ്ടത്? വളരെ സന്തോഷം, എല്ലാവരെയും വീണ്ടും കാണാൻ സാധിക്കുന്നു, തിരിച്ചു വരുന്നു. സന്തോഷം സന്തോഷം സന്തോഷം. താങ്ക് യു ഫോർ ഓൾ ദ ലവ് യു ഹാവ് ഗിവൻ ടു മീ ആൻഡ് ഫോർ ദ പ്രേയേഴ്സ്. താങ്ക് യു. താങ്ക് യു. മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ടിന്റെ 3ാം ഷൂട്ടിംഗ് ഷെഡ്യൂൾ അടുത്ത മാസം ആദ്യം കേരളത്തിൽ തുടങ്ങും. ചെന്നൈയിൽ 7 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് മമ്മൂട്ടി ഹൈദരാബാദിൽ വീണ്ടും ഷൂട്ടിംഗിനെത്തിയത്. തുടർന്ന് UK-യിലും ചിത്രം ഷൂട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം തുടക്കത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത്. മക്കൾ സിനിമയിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സുജി മാം സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്ക മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങളിതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോൾ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യ ക്ലാപ്പ് അടിച്ചു. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ്, ജോഷി, M രഞ്ജിത്ത്, തരുൺമൂർത്തി തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഞാൻ എന്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആന്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പം അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അഭിമാന നിമിഷമെന്ന സുചിത്ര മോഹൻലാൽ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല 2 പിള്ളേരും
ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. മോഹൻലാൽ ആരാധകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ചൊരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയിലൂടെ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും പ്രധാന കഥാപാത്രത്തിലെത്തുന്നുണ്ട്. ചിത്രം മെയ് 1 തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ. മുംബൈയിൽ 20 കുട്ടികളെ ബന്ദികളാക്കി യുവാവിന്റെ ഭീഷണി. പോലീസും അഗ്നിരക്ഷാസേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ കുട്ടികളെ സുരക്ഷിതരായി രക്ഷപ്പെടുത്തി. പ്രതി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. രോഹിത് ആര്യ എന്ന യുവാവാണ് RA സ്റ്റുഡിയോയിൽ കുട്ടികളെ പൂട്ടിയിട്ടത്. मैं रोहित आर्या, सुसाइड करने की जगह मैंने एक प्लान बनाया और कुछ बच्चों को इधर हॉस्टेज रखा है. मेरे कुछ ज़्यादा डिमांड्स नहीं है, बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है. और मेरे कुछ सवाल है. मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है. लेकिन मुझे ये जवाब चाहिए. मुझे दूसरा कुछ नहीं चाहिए. ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है. कुछ भी पैसों की डिमांड तो है ही नहीं. इमोरल तो बिल्कुल भी नहीं है. सिंपल कॉन्वर्सेशंस करने हैं, और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है. ये मैंने एक प्लान के तहत ही हॉस्टेज लिया है. लेट्स चेंज 4 मैं सच में करने वाला हूँ. अगर जिंदा रहा तो मैं करूँगा, अगर मैं मर गया तो कोई और करेगा, लेकिन होगा ज़रूर. इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो. बिकॉज द स्लाइटेस्ट रॉन्ग मूव फ्रॉम योर एंड विल ट्रिगर मी. അജയ് സുധ ബിജു, അജയ്, ഇങ്ങനൊരു വീഡിയോ പുറത്തുവിട്ടതിന് ശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നതും പോലീസ് പ്രത്യാക്രമണം നടത്തുന്നതും ഈ കുട്ടികളെ സുരക്ഷിതരായി അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. പിന്നീടാണ് ഇയാൾ മരിച്ചു എന്ന വാർത്ത കൂടി വരുന്നത്. എന്താണ്, ആരോടാണ് ഇയാൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നത്? എന്താണ് ഇയാളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി വരുന്നുണ്ടോ? ശ്രീജ, ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ നാഗ്പൂരിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില കോൺട്രാക്റ്റുകളെല്ലാം എടുത്ത് നടത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇയാൾ അത് സംബന്ധിച്ച് നടത്തിയ പണമിടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇയാൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 80 ലക്ഷം രൂപ അത് ലഭിക്കാനുണ്ടെന്ന് കാട്ടിയിട്ടാണ് ഇയാൾ ഇത്തരം ഒരു ഭീഷണി മുഴക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇത്തരത്തിൽ ഇയാൾ ഈ കുട്ടികളെ ബന്ദിയാക്കി ഈ സ്റ്റുഡിയോയിൽ പൂട്ടിയിട്ട ആ സമയത്ത് പോലീസ് ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും ഒന്നിച്ചാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. പോലീസ് ഈ കെട്ടിടത്തിനുള്ളിലെ ബാത്റൂമിൻ്റെ ജനാല പൊളിച്ച് അകത്തേക്ക് കടന്നത്. അപ്പോൾ അകത്തേക്ക് കയറിയ ഉടനെ ഇയാളുമായിട്ട് സംസാരിക്കാനായിട്ട് പോലീസ് ശ്രമിച്ചിരുന്നു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിലാണ് ഈ രോഹിത് ആര്യ എന്ന വ്യക്തി തനിക്ക് ഇത്തരത്തിൽ പണം ലഭിക്കാനുണ്ട് എന്നുള്ള വിവരം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അപ്രതീക്ഷിതമായി ഇയാൾ നേരെ പോലീസിനെതിരെ വെടിയുതിർക്കുകയും
നിൽക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ ഒരു എയർ ഗൺ ഉണ്ടായിരുന്നു. അതുപയോഗിച്ചാണ് പോലീസിന് നേരെ വെടിയുതിർത്തത്. അപ്പോൾ പോലീസ് തിരിച്ചാക്രമണം നടത്തിയതിലാണ് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് ഇയാൾ മരിക്കുകയും ചെയ്തത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇയാളുടെ മരണം സംഭവിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും ലഭിക്കുന്നത്. ഇയാൾ കുട്ടികളെ ഒരു ഓഡീഷന് വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി ഓഡീഷൻ നടത്താനുണ്ട് എന്നുള്ള വ്യാജേനയാണ് കുട്ടികളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. 100ഓളം കുട്ടികൾ ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. അതിൽ 80 കുട്ടികളെ ഇയാൾ തിരിച്ച് പറഞ്ഞയച്ചു. ബാക്കി 20 പേരെയാണ് അവിടെ ബന്ദികളായി ഇയാൾ പാർപ്പിച്ചിരുന്നത്. 15നും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇവിടെ വന്നിരുന്നത് എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഈ RA സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഇയാൾ ഈ കുട്ടികളെ ബന്ദിയാക്കുക മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ കെട്ടിടത്തിന് തീ വയ്ക്കുമെന്നും സ്വയം അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊപ്പം ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അഗ്നിരക്ഷാ സേനയുടെയും കൂടി സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ പോലീസ് നടത്തിയത്. ഏറെ നേരം ആശങ്ക നിലനിന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും സുരക്ഷിതരാണ്. മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ കുട്ടികൾക്ക് ഇല്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളൊരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. കുട്ടികളെ ബന്ദികളാക്കിയതിന് ശേഷം താൻ ഇത്തരത്തിലൊരു താൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു പദ്ധതിയുമായിട്ടാണ് താൻ ഇത്തരത്തിൽ ഈ കുട്ടികളെ ബന്ദികളാക്കിയിട്ടുള്ളത്. തനിക്ക് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് തനിക്ക് വ്യക്തമായ മറുപടി വേണം. അവർ പറയുന്ന മറുപടി അത് തൃപ്തികരമല്ലെങ്കിൽ തനിക്ക് മറുചോദ്യങ്ങളും ഉന്നയിക്കാനുണ്ട്. അവ വ്യക്തമായി അവർ കേൾക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇയാൾ ഉന്നയിച്ചത്. ഈ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ട ആദ്യഘട്ടങ്ങളിൽ ഇയാൾക്ക് ചില മാനസിക വിഭ്രാന്തി ഉണ്ടാകാം എന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും വിഷയത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. പോലീസ് അന്വേഷണം നടത്തുകയാണ്. അജയാണ് വിവരങ്ങൾ നൽകിയത്. ഛഠ് പൂജയെ കോൺഗ്രസും RJDയും അപമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടകമെന്ന് വിശേഷിപ്പിച്ചതിലൂടെ ബീഹാറിന്റെ സംസ്കാരത്തെയാണ് രാഹുൽ ഗാന്ധി അപമാനിച്ചത്. ബീഹാർ ജനത ഇത്തരമൊരു അപമാനം സഹിക്കില്ലെന്നും മുസഫർപൂരിലെ റാലിയിൽ നരേന്ദ്രമോദി വിമർശിച്ചു. ഛഠ് പൂജയ്ക്കായി മോദിക്ക് കുളിക്കാൻ കൃത്രിമ യമുന തന്നെ ഉണ്ടാക്കിയെന്നും യമുനയ്ക്കായി പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ലെന്നും ഇന്നലെ മുസഫർപൂരിലെ റാലിയിൽ രാഹുൽ പറഞ്ഞതാണ് പ്രധാനമന്ത്രി ആയുധമാക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ 2 ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. ജൻ സുരാജ് സ്ഥാനാർത്ഥി പീയൂഷ് പ്രിയദർശിയുടെ അനുയായിയായ ദുലാർ ചന്ദ് യാദവാണ് കൊല്ലപ്പെട്ടത്. മൊക്കാമ താൽ പ്രദേശത്ത് ജൻ സുരാജ് സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നതിനിടെ തർക്കമുണ്ടായി. ഇരുവിഭാഗങ്ങളും അക്രമാസക്തരായി. ഏറ്റുമുട്ടലിനിടെ ഉണ്ടായ വെടിവെപ്പിലാണ് ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ടത്. ഇയാൾ മുൻപ് ലാലു പ്രസാദ് യാദവിന്റെ അടുത്ത അനുയായിയായിരുന്നു. അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച് അമേരിക്കയും ചൈനയും വ്യാപാര കരാറിലെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകൾ. ചൈനയ്ക്ക് മേൽ ചുമത്തിയ തീരുവ 10% കുറച്ചു. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യും. ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കും. ദീർഘനാളായി നിലനിന്ന US ചൈന വ്യാപാര തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ 100 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഉരുകിയത് അമേരിക്കയുടെ 150% തീരുവ ഭീഷണി. ചൈനയ്ക്ക് US ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 57 നിന്ന് 47% കുറച്ചു. പകരമായി അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചൈനയും നീക്കും. ചൈന ഇറക്കുമതി നിർത്തിയതോടെ US-ൽ സോയാബീന്റെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം 21 ലക്ഷം മെട്രിക് ടൺ സോയാബീനാണ് അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്തത്. വ്യാപാര തർക്കം രൂക്ഷമായതോടെ മേയിൽ ഇറക്കുമതി നിർത്തി. ബ്രസീൽ, അർജന്റീന എന്നിവിടങ്ങളിൽ നിന്ന് ചൈന ഇറക്കുമതി കുത്തനെ കൂട്ടിയതും അമേരിക്കയെ പ്രതിസന്ധിയിലാക്കി. ട്രംപ് ഷീ ജിൻപിങ് ചർച്ചയിൽ ഇറക്കുമതി തുടരാൻ ചൈന സമ്മതമറിയിച്ചത് US-ന് വലിയ ആശ്വാസമാണ്. കാർ മുതൽ വിമാനം വരെയുള്ളവയുടെ നിർമ്മാണത്തിനും പ്രതിരോധ മേഖലയിലും ഒഴിവാക്കാനാകാത്ത അപൂർവ ഭൂമിധാതുക്കൾക്ക് അമേരിക്ക ആശ്രയിക്കുന്നത് ചൈനയെയാണ്. US-ന്റെ താരിഫ് ഭീഷണിക്ക് പിന്നാലെ ഈ മേഖലയിൽ ചൈന ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഈ മേഖലയിലെ ഇളവുകൾ സംബന്ധിച്ച് ചൈന ഉറപ്പ് നൽകിയതും അമേരിക്കയ്ക്ക് സഹായകമാകും. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ വഴി US-ലേക്ക് ഫെന്റനിൽ കടത്ത് തടയാൻ ചൈന വേണ്ടത്ര നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച ചൈനയ്ക്ക് മേൽ US നേരത്തെ 20% പിഴത്തീരുവ ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയിലേക്കുള്ള ഫെന്റനിൽ അനധികൃത കടത്ത് തടയാൻ ചൈന ഇടപെടുമെന്നാണ് കൂടിക്കാഴ്ചയിൽ ഷീ ജിൻപിങ് നൽകിയ ഉറപ്പ്. ഏപ്രിലിൽ ട്രംപ് ചൈനയിലെത്തും. പിന്നാലെ US-ലേക്ക് ഷീ ജിൻപിങ്ങും.
ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിൽ വ്യാപാര മേഖലയിലുണ്ടാക്കിയ പുതിയ ധാരണ ആഗോള സാമ്പത്തിക മേഖലയിലും ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണവ പരീക്ഷണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അണുവായുധങ്ങൾ ഉള്ളത് അമേരിക്കയ്ക്കാണ്. റഷ്യയും ചൈനയും 5 വർഷത്തിനകം US-നൊപ്പം എത്തുമെന്നും ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. 1992-ൽ അന്നത്തെ US പ്രസിഡന്റ് ജോർജ് ബുഷ് നിർത്തിവെച്ച ആണവ പരീക്ഷണങ്ങൾ 33 വർഷങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പുനരാരംഭിക്കുന്നു. ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കാൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ആണവശക്തിയിൽ US-ന് പിന്നിലുള്ള റഷ്യയും ചൈനയും ആണവശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ രാജ്യം. തന്റെ ആദ്യ ഭരണകാലത്ത് അന്നുണ്ടായിരുന്ന അണുവായുധങ്ങളെല്ലാം നവീകരിച്ച് ആണവശക്തി ഉറപ്പാക്കിയിരുന്നു. എന്നാൽ 2ഉം 3ഉം സ്ഥാനത്തുള്ള റഷ്യയും ചൈനയും 5 വർഷത്തിനകം തങ്ങൾക്കൊപ്പമെത്തുമെന്ന സാഹചര്യമാണ്. അക്കാരണത്താൽ തനിക്ക് താൽപ്പര്യമില്ലെങ്കിലും കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നുവെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പോയ വാരം റഷ്യ 2 അണുവായുധങ്ങൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ആണവശേഷിയുള്ള ബ്യൂറെ വേസ്റ്റ്നിക് ക്രൂയിസ് മിസൈൽ, ആണവശേഷിയുള്ള ആളില്ലാ മുങ്ങിക്കപ്പലായ പൊസൈഡോൺ 2M39 എന്നിവയാണ് റഷ്യ പുതിയതായി വികസിപ്പിച്ച ആയുധങ്ങൾ. ഏത് രാജ്യത്തിന്റെയും അതിർത്തി ഭേദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസ്താവിക്കുകയും ചെയ്തു. യുക്രൈനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ ഉപരോധങ്ങളെ വകവയ്ക്കാതെയാണ് പുടിൻ അടുത്ത നീക്കങ്ങൾ നടത്തുന്നത്. ഇതുകൂടാതെ റഷ്യയും ചൈനയും ഒറ്റക്കെട്ടായി നീങ്ങുന്നതും അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് മറ്റൊരു പോർമുഖം കൂടി തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമവായ ചർച്ചകളിലെ തീരുമാനങ്ങളെ ചൊല്ലിയും സമസ്തയിൽ തർക്കം. 100ാം വാർഷിക സമ്മേളനം ഏകോപിപ്പിക്കാൻ രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. സമ്മേളനത്തിന് വേണ്ടി നേരത്തെ രൂപീകരിച്ച സബ് കമ്മിറ്റികൾ പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിലല്ലെന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശം തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ രംഗത്തെത്തി. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഹമീദ് ഫൈസിയാണ് എന്നായിരുന്നു MC മായിൻ ഹാജിയുടെ ആരോപണം. സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാനുള്ള സമവായ നീക്കമാണ് തുടക്കത്തിലെ താളം തെറ്റിയത്. വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ച 9-അംഗ അനുരഞ്ജന സമിതി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് യോഗം ചേർന്നെടുത്ത തീരുമാനങ്ങളെ ചൊല്ലിയാണ് പുതിയ തമ്മിലടി. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൽ ഒരു വിഭാഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യമില്ലെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇത് പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം ഇരുവിഭാഗ നേതാക്കളെയും ഉൾപ്പെടുത്തി 7-അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. സമ്മേളനത്തിനു വേണ്ടി നേരത്തെ രൂപീകരിച്ച എല്ലാ സബ് കമ്മിറ്റികളെയും പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിലാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഈ വാർത്തകൾ നിഷേധിച്ചുകൊണ്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശമാണ് വിവാദമായത്. പുതിയ കോർഡിനേഷൻ കമ്മിറ്റി സബ് കമ്മിറ്റികൾക്ക് മുകളിലല്ല എന്നായിരുന്നു ഹമീദ് ഫൈസിയുടെ ശബ്ദ സന്ദേശം. സബ് കമ്മിറ്റി അംഗങ്ങളായിട്ടും ഞങ്ങൾ ആരും ഇല്ലായിരുന്നു, അത് നമ്മളെ ആൾക്കാരും ഇല്ലായിരുന്നു. അത് 2 കൂട്ടരും സമാന വിഷയത്തിലായിരുന്നു. ഈ തീവ്രമായി 2 പക്ഷത്തേക്ക് ആരെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് അതും കാണിച്ചു കൊടുത്തു. അത് വിശദമായ ഒരു പരിശോധിച്ച ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരാതി പറയാനില്ലാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തതുകൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മോഹിട്ട് മാഷ് മാത്രം അതിന് സഹായിയായിട്ട് 1-2 ആൾ വെക്കുക എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. അത് വികസിച്ചാണ് അത് 7 ആളായി. അപ്പോൾ അവർ 2-3 ആൾ വെക്കുമ്പോൾ നമ്മൾ 2-3 ആൾ വെക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ 3, 3, 6, 1, 7 ആയി. അപ്പോൾ അതിലൊരു മായനാജി എന്നൊരു ചെയർമാൻ ഉണ്ടായിക്കോട്ടെ, മോഹിട്ട് കോർഡിനേറ്റർ ആണല്ലോ എന്ന് പറഞ്ഞു മോഹിട്ട് മാഷ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിൻ്റെയും മീതെയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല. ഈ കള്ള വാർത്തകൾ ചാനലുകൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഉദ്ദേശശുദ്ധില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തകൾ തന്നെ രംഗത്തെത്തി. സബ് കമ്മിറ്റികളെ പുതിയ കോർഡിനേഷൻ കമ്മിറ്റി ഏകോപിപ്പിക്കുമെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഹമീദ് ഫൈസിക്കെതിരെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം വാർത്താസമ്മേളനവും വിളിച്ചു. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഹമീദ് ഫൈസി അമ്പലക്കടവാണെന്ന് MC മായിൻ ഹാജി ആരോപിച്ചു. ഇന്നലെ മഞ്ചേരിയിൽ ബഹുമാന്യരായ നേതാക്കൾ യോഗം ചേർന്ന് പരിഹാരം ഉണ്ടാക്കിയതാണ്. ഏതാണ്ട് പരിഹാരം ഉണ്ടാക്കിയത് എല്ലാ കാര്യത്തിലും സംസ്ഥയുടെ മഹാസമ്മേളനം വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ധാരണയായി. അതിൻ്റെ സ്വസംഘണ്ടാക്കിയതിലുള്ള പോരായ്മകളെ സംബന്ധിച്ചും പരിഹാരത്തിനുള്ള ധാരണയായി. എല്ലാ നിലയിലും ഒരു നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ സംസ്ഥയുടെ അനുയായികളിൽ വലിയ സന്തോഷം ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഇന്ന് ഒരാൾ ഒരു പ്രസ്താവന ഇറക്കി. അതെല്ലാം
ഈ ഇത്തരം സംഗതികൾ സമവായത്തിലെത്തി എന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കാം. സംസ്ഥയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. സംസ്ഥയിൽ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വിഷയങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നേതാക്കൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വോയിസ് വന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. സമവായ ശ്രമങ്ങളിൽ തുടക്കത്തിലേ ഉണ്ടായ കല്ലുകടി പ്രശ്നങ്ങൾ ഗുരുതരമാക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിന് നൽകുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. 5 വർഷത്തിനു ശേഷം നടന്ന CSI ദക്ഷിണ കേരള മഹാ ഇടവക ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ടി പ്രവീണിന്റെ പാനലിലെ ജയം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ശക്തി എന്തെന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം അറിയുമെന്ന് ടി പ്രവീൺ പ്രതികരിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കോടതി പരിഗണനയിലിരുന്ന കേസുകളും കാരണം 2021 2024 CSI ദക്ഷിണ കേരള മഹാ ഇടവകയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നിയമ പോരാട്ടത്തിലൂടെ ഡോക്ടർ ടി പ്രവീൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി. അതിനിടെ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയടക്കം കോടതി നിരീക്ഷണത്തിൽ പൂർത്തിയാക്കിയ ശേഷം വൻ പോലീസ് സുരക്ഷയിലാണ് പാളയം LMS കോമ്പൗണ്ടിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ടി പ്രവീൺ സെക്രട്ടറിയായും റവറൻ ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ വൈസ് ചെയർമാനായും റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സുതാര്യമായ നടപടികളിലൂടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതെന്ന് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ മോഡറേറ്റർ ചുമതലയിലുള്ള ബിഷപ്പ് തിമോത്തി രവീന്ദ്രൻ പ്രതികരിച്ചു. The vice chairman, Reverend Dr. Princeton Ben, the secretary, Dr. T. Praveen, and the treasurer, Reverend Dr. Crystal Jairaj, as they take up this new assignment and the high calling of taking care of the diocese, the institutions, and to continue charity as they are doing until now. തെക്കൻ കേരളത്തിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ CSI സഭയ്ക്ക് കഴിയുമെന്നും കാരക്കോണം മെഡിക്കൽ കോളേജിൽ സഭാമക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതിനായിരിക്കും ആദ്യ പോരാട്ടമെന്നും ഡോക്ടർ ടി പ്രവീൺ. നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട്, നമ്മുടെ കാണിക്ക പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മെഡിക്കൽ കോളേജ്, അവിടെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കണം. ആദ്യം എടുത്ത എഗ്രിമെന്റ് നടപ്പിലാകണം. 2018 വിവേകമില്ലാത്ത ഒരു കമ്മിറ്റി ഇരുന്ന് അതിനെതിരെ കേസ് ചലഞ്ച് ചെയ്തില്ല. അതാണ് പറ്റിപ്പോയത്. ഇന്ന് വേറെ പലരുടെയും അവകാശമായിപ്പോയത്. പക്ഷെ ഇതിന് നമ്മുടെ അവകാശം തിരിച്ചു തരണം. അത് മാത്രമേ നമ്മുടെ പ്രയറുള്ളൂ. അതിന് മീഡിയ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. പാളയം LMS കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 9,195 രൂപ, പവന് 73,560 രൂപ. വെള്ളി ഗ്രാമിന് 158 രൂപ, കിലോഗ്രാമിന് 1,58,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റുമായി KP അഭിലാഷ്.